അമ്മായിച്ചനും മരുമകൾക്കും കൂടി ഇത്രയും വലിയ പ്ലാനുകളൊക്കെ നടത്താൻ പറ്റുമോ? എങ്കിൽ രേഷ്മയുടെയും അമ്മായിച്ചനെയും കഥ ഒന്ന് കേട്ടു നോക്കാം. മാഡം, എൻ്റെ പേര് രേഷ്മ. എനിക്ക് 26 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 2.5 വർഷമായി. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡ് സ്ഥിരം ജോലിയുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ അമ്മ വീട്ടിൽ തനിച്ചാണ്. കാരണം എൻ്റെ മൂത്ത സഹോദരൻ മറ്റൊരു രാജ്യത്താണ്. അവിടെ നിന്നുള്ള ഒരു പെൺകുട്ടിയെ കിട്ടി ആ രാജ്യത്ത് താമസിക്കുകയാണ്. പലപ്പോഴും മാത്രമേ നാട്ടിൽ വരികയുള്ളൂ. ഞാനും അമ്മയും തനിച്ചായിരുന്നു കുറേ കാലം. എൻ്റെ അച്ഛൻ 10 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാണ്. അമ്മയും ഞാനും തമ്മിലുള്ള ജീവിതത്തിൽ എന്നെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിടണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാലും എൻ്റെ വിവാഹം അമ്മ വിചാരിച്ചതിലും കുറച്ച് താമസിച്ചാണ് നടന്നത്. അത്യാവശ്യം സാമ്പത്തികമായി നല്ല സ്ഥിതിയിലാണ് ഞങ്ങൾ. അതുകൊണ്ട് സ്ഥിരം ജോലിയുള്ള ഒരാളെ മാത്രം മതിയെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. അങ്ങനെ അമ്മ പറഞ്ഞ പ്രകാരമാണ് ഈ കല്യാണം നടന്നത്. ആക്ച്വലി എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ഒരാളെ ആയിരുന്നില്ല. എൻ്റെ ഭർത്താവ് മെലിഞ്ഞ ഒരാളാണ്, നീളവുമുണ്ട്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നീളമുള്ളവരെ വലിയ ഇഷ്ടമൊന്നുമല്ല. മെലിഞ്ഞിരിക്കുന്നവരെ തീരെ ഇഷ്ടമല്ല. ആണത്വം എന്ന് പറയുമ്പോഴേക്കും കുറച്ച് തടിയൊക്കെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതെന്താണെന്നറിയില്ല. എൻ്റെ അച്ഛൻ്റെ രൂപം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെയാണ് കൂടുതൽ ഇഷ്ടം. ഈ വിവാഹാലോചന വന്നപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അമ്മ എന്നോട് പറയുകയാണ്, നീ അങ്ങ് ചെന്നിട്ട് അവനെ തടി വെപ്പിച്ചാൽ മതിയെന്ന്. അവനെ കാണാൻ നല്ല സുന്ദരനല്ലേ? ഞാൻ പറഞ്ഞു കാണാനൊക്കെ കൊള്ളാം എന്ന് വെച്ചിട്ടും അമ്മേ, എൻ്റെ സങ്കല്പത്തിൽ പെട്ടതല്ല. എടി, സ്ത്രീകൾക്ക് സങ്കല്പമൊന്നുമില്ല. എല്ലാം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. പിന്നെ വേറെ കാര്യമുണ്ട്, പുരുഷന്മാർ നല്ലവരാണെങ്കിൽ നിന്നെ പെട്ടെന്ന് സങ്കല്പത്തിനകത്തേക്ക് അങ്ങ് ആക്കും എന്ന് പറഞ്ഞു. പിന്നെ അതുമാത്രമല്ല, അമ്മ എന്നോട് കൂടിയ ഡോസിൽ ഒരു കാര്യം കൂടി പറഞ്ഞു. മോളെ, ഓഞ്ഞിരിക്കുന്നവൻ ആഞ്ഞ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ അമ്മ എൻ്റെ അർത്ഥമെന്ന്. ഒന്നും അറിയാത്തവളെ. എടീ, ഈ കണ്ട മൊബൈലും വീഡിയോയും ഒക്കെ കണ്ടിരിക്കുന്ന നിനക്ക് ഇതൊന്നും അറിയില്ലേ? നീ കണ്ടിട്ടില്ലേ? മെലിഞ്ഞ ആണുങ്ങളാടി സ്ത്രീകൾക്ക് കൂടുതൽ വിശ്വസിക്കാൻ പറ്റിയവർ. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ഓ, ഇവക്കൊന്നും അറിയില്ല. മുറ്റത്ത് നിൽക്കുന്ന മുരിങ്ങക്കോലൊടിച്ച് കയ്യിൽ കൊടുത്താൽ പോലും മനസ്സിലാകാത്തൊരു പെണ്ണ് എന്ന് പറഞ്ഞു. പക്ഷേ അമ്മ പറഞ്ഞതിൻ്റെ പിന്നാമ്പുറമെല്ലാം എനിക്ക് മനസ്സിലായിരുന്നു. എന്നാലും എനിക്കങ്ങോട്ട് സംതൃപ്തി കിട്ടിയില്ല. കാരണം എൻ്റെ മനസ്സിലെ കൺസെപ്റ്റേ അല്ല. അങ്ങനെ വിവാഹം നടന്നു. എൻ്റെ വിവാഹ ജീവിതം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. സന്തോഷം ഞാൻ ഭാവിക്കുകയായിരുന്നു. ഒരു രീതിയിലും രണ്ടറ്റവും കൂട്ടിക്കെട്ടാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല. അവിടെയാണെങ്കിൽ സിറ്റുവേഷൻ വളരെ നല്ലതാണ്. അമ്മായിമ്മ മിക്കവാറും വീട്ടിൽ കാണില്ല. അമ്മായച്ചൻ എപ്പോഴും അവിടെ കാണും. കാരണം അദ്ദേഹത്തിന് അടുത്ത് തന്നെ ഒരു ഷോറൂമുണ്ട്. അവിടെ പോയി നോക്കിയിട്ട് വീട്ടിലിങ്ങി പോരും. വേറെ സ്റ്റാഫുകളൊക്കെ ഉണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ ഇളയ ഒരു സഹോദരിയുണ്ട്. അവരെ കെട്ടിച്ചിരിക്കുന്നത് ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ്. മിക്കവാറും അമ്മായിമ്മ അവിടെ ആയിരിക്കും. ഞാൻ ചെന്നതിൽ പിന്നെ കൂടുതൽ നേരം മകളെ സഹായിക്കാൻ അങ്ങ് പോകും. അവൾ കുറച്ച് പിടിപ്പുകേടുള്ള സ്ലോ ടൈപ്പ് സ്ത്രീയാണ്. പിന്നെ പാചകമൊന്നും എത്ര ആയാലും അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ വശത്താകില്ല. ഇതൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മായിമ്മ സ്ഥിരം അവിടെ പോകും. അവളെ എങ്ങനെയെങ്കിലും നല്ലൊരു ഭാര്യ ആക്കിയെടുക്കണം എന്ന് അമ്മായിമ്മ പറയും. ഞാനും പറയും, അമ്മ പോയിക്കോ. കാര്യം എനിക്ക് നന്നായിട്ട് പാചകം ചെയ്യാനറിയാം. എൻ്റെ പാചകത്തെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് അമ്മായിച്ചനാണ്. അദ്ദേഹം എന്നെ അപ്രീസിയേഷൻസ് കൊണ്ട് മൂടും. അതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇത്രയും നാളായിട്ടും വീട്ടിൽ ഞാൻ പല കാര്യങ്ങൾ വെക്കുമെങ്കിലും ഇത്ര രുചിയുണ്ട് മോളെ എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നവർ വളരെ കുറവാണ്. പക്ഷേ എൻ്റെ ഒരു വൈബിന് ചേർന്ന് പോകുന്ന ആൾ അമ്മായിച്ചൻ മാത്രമായിരുന്നു. ഭർത്താവ്, ഞാൻ പറഞ്ഞല്ലോ, മണവുമില്ല, ഗുണവുമില്ല, പുകയുമില്ല, അങ്ങനെ ഒരാൾ. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും പലപ്പോഴും ഞാൻ അമ്മായിച്ചനെ അടിപിടി നോക്കാറുണ്ട്. കാര്യം എൻ്റെ കൺസെപ്റ്റിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അമ്മായിച്ചൻ. അദ്ദേഹത്തിൻ്റെ കട്ടിമീശ, കട്ടത്താടി, പൗരുഷം തുളുമ്പുന്ന മുഖം, പിന്നെ കൈകൾക്കും കാലുകൾക്കും ഒക്കെ നല്ല മസിൽ മാസുള്ള വെളുത്ത ശരീരം. കണ്ടു കഴിഞ്ഞാൽ നല്ല ആഠിത്യമുണ്ട്. അച്ഛനെ ഒരു തമ്പുരാൻ്റെ റോള് അല്ലെങ്കിൽ ഒരു പ്രായം ചെന്ന പടത്തലവൻ്റെ റോള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഒരു സിനിമാറ്റിക് ലുക്കുണ്ടെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. ഞാനത് പറയാറുമുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹം വളരെ മോഡേണായിട്ടാണ് നടക്കുന്നത്. എപ്പോഴും ഏത് വസ്ത്രം ധരിച്ചാലും നല്ല സുന്ദരനാണ്. പക്ഷേ എൻ്റെ ഭർത്താവ് അമ്മായിമ്മയുടെ ടൈപ്പാണ്. എത്ര കഴിച്ചാലും വണ്ണം വയ്ക്കില്ല. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മയല്ലേ പറഞ്ഞത് എൻ്റെ ഭർത്താവിനെ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ പുള്ളിക്ക് നല്ല പുഷ്ടി വരുമെന്ന്. ഞാനിപ്പം കുറേ നാളായിട്ട് നോക്കുന്നു.
നോക്കുന്നു. പുഷ്ടിയില്ല തുഷ്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എടി ചിലപ്പോൾ അവൻ്റെ പ്രകൃതം അങ്ങനെയായിരിക്കും. ഇതിപ്പോൾ കുറേ നാൾ കഴിഞ്ഞില്ലേ, നീ അങ്ങ് അഡ്ജസ്റ്റഡ് ആയില്ലേ, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്ത് ചെയ്യാൻ പോയാണ്, അതിന് ബദൽ സംവിധാനങ്ങൾ വല്ലതും അമ്മയുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്നെ തുറച്ചു നോക്കി. ദൈവമേ, ഓരോ സ്ത്രീകൾ ഓരോന്ന് കിട്ടാൻ കൊതിക്കുന്നു. അങ്ങനെ നല്ലൊരു ചെക്കനെ കൈക്കിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ശൃംഗാരിക്ക് അതൊന്നും വേണ്ട, വല്ലാത്തൊരു വിധി തന്നെ എന്ന് പറഞ്ഞ് അമ്മ പരിതപിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? എടീ, ഒരു സ്ത്രീയാണ് ഞാൻ. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ വർഷങ്ങളായി ഞാൻ കഴിഞ്ഞവളാണ്. എനിക്ക് നോക്കിയാലും കണ്ടാലുമൊക്കെ പല കാര്യങ്ങളും മനസ്സിലാകും. നീ ഇങ്ങനെ വലിയ മിടുക്കി ചമയേണ്ട കാര്യമൊന്നുമില്ല. അവന് അത്യാവശ്യം എല്ലാ ഗുണവും ഫീച്ചേഴ്സും ഉള്ള ഒരുത്തനാണ്. നിനക്കത് ആസ്വദിക്കാൻ പറ്റാത്തത് നിൻ്റെ കുഴപ്പം കൊണ്ടാണ്. നിനക്ക് നെകളിപ്പ് ഇത്തിരി കൂടുതലാണ്. സ്ത്രീകളായാൽ ഇങ്ങനെയല്ല. ഭർത്താവിനെ നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഇതിൽ പരം ഒന്നും വേണ്ട. എങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യേ, അമ്മ തന്നെ അങ്ങ് ഏറ്റെടുത്തോളൂ, ഞാൻ വിവാഹമോചനം ചെയ്തേക്കാം, അടി തരും നിനക്ക് എന്ന് പറഞ്ഞ് അമ്മ എന്നെ ചാടിച്ചു വിട്ടു. ഇതിനിടയ്ക്ക് എൻ്റെ സ്വഭാവമല്ലേ മാഡം, ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാത്തത് കൊണ്ടും എന്തായാലും അമ്മായിച്ചിന് നേർക്ക് എൻ്റെ കണ്ണുകൾ പായിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മറ്റു പല കാര്യങ്ങളിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്തു. കാരണം വീടിന് ചുറ്റും ധാരാളം ആളുകളുണ്ട്. അവരുമായിട്ടെല്ലാം എല്ലാവരും നല്ല ടൈംസിലുമാണ്. അവരൊക്കിടയ്ക്ക് വീട്ടിൽ വരും. അതിൽ പലരും എൻ്റെ മനസ്സ് കവർന്നു. വിവാഹത്തിന് മുമ്പ് ഒരിക്കലും ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന ആണുങ്ങളെ ഇങ്ങനെ ചുഴിഞ്ഞ് ശ്രദ്ധിച്ചിട്ടില്ല. കാര്യം അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ കാണുന്ന ഓരോ ആണുങ്ങളെയും കൂടുതൽ ശ്രദ്ധിക്കും. എൻ്റെ സങ്കല്പത്തിൽപ്പെട്ട ആളാണോ എന്ന് വെറുതെ തിരക്കും, അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കും. കാരണം എൻ്റെ മനസ്സ് പറയുകയാണ്, നീ സംതൃപ്തയല്ല, നിൻ്റെ ജീവിതം സംതൃപ്തമല്ലെന്ന്. അപ്പോൾ പിന്നെ നോക്കാതിരിക്കാൻ പറ്റുമോ? ഇങ്ങനെ പല ആൾക്കാരോടും ഞാൻ അടുത്ത സൗഹൃദങ്ങളുണ്ടാക്കി. എങ്കിലും പേരുദോഷമുണ്ടാക്കി വെക്കില്ലല്ലോ എന്നോർത്ത് ഞാൻ ചെറിയ തമാശകളും കുസൃതിയും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഇതിൽ തൊട്ടപ്പുറത്ത് അമ്മായിച്ചിൻ്റെ കൂട്ടുകാരനാണേ, ആദർശേട്ടനുണ്ട്. 40 വയസ്സോളമുണ്ട്. പുള്ളിക്കാരന് ബിസിനസ്സാണ്. എന്നോട് മിക്കവാറും ദിവസങ്ങളിൽ മതിലിൻ്റെ അവിടെ വന്ന് സംസാരിക്കും. ഭാര്യ വീട്ടിലില്ല. കാര്യം അവർ നേഴ്സാണ്, വേറൊരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. പലപ്പോഴും വരികയുള്ളൂ. മക്കളൊക്കെയുണ്ട്, 2 ആൺമക്കളാണ്. അവന്മാരും അവിടെ അധികം കാണാറില്ല. ഒരു ദിവസം ആദർശേട്ടൻ അവരുടെ വീടിൻ്റെ ടെറസിൽ നിൽക്കുകയാണേ. അപ്പോൾ ഞാൻ താഴെ നിൽക്കുന്നു. പുള്ളിക്കാരൻ ടെറസിൻ്റെ മുകളിലെ കരിയിലകളെല്ലാം തൂത്ത് വാരി വൃത്തിയാക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ താഴെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും മുണ്ട് മടക്കി കുത്തിയ പുള്ളിയെ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചപ്പോൾ ഞാൻ ഒരു റെഡ് സിഗ്നൽ കണ്ടുപിടിച്ചു. ഞാനപ്പോൾ വെറുതെ പുള്ളിക്കാരൻ എന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും തിരിച്ച് ആക്കി ചിരിച്ചു. അപ്പോൾ പുള്ളിനോട് ചോദിച്ചു, എന്താ നീ വല്ലാതെ ചിരിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഞാനും ഒന്ന് കണ്ടു. എന്താടി നീ കണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു അപായ സിഗ്നൽ ഞാൻ കണ്ടെന്ന്. അപായ സിഗ്നലോ? ആ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അപായ സിഗ്നൽ കാണാം, റെഡ് സിഗ്നൽ. ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ അത് കത്തിയത്. പുള്ളി തുള്ളിച്ചാടിക്കൊണ്ട് പെട്ടെന്നെല്ലാം നേരെയാക്കി. എടീ, നീ ഇത് ശ്രദ്ധിച്ചാണോ താഴെ നിന്നത്? കുറേ നേരമായി നിൽപ്പുണ്ടോന്ന്. ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ കുറേ നേരമായി ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. നിനക്ക് നാണമില്ലെന്ന് ചോദിച്ചു. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാമെങ്കിൽ എനിക്കെന്താ നാണം? ആ, എന്തായാലും നിനക്ക് ഭാഗ്യമുണ്ട്. ഞാൻ ചോദിച്ചു, അതെന്ത് ഭാഗ്യം? അല്ല, സാധാരണ റെഡ് സിഗ്നൽസ് ഒന്നും അവിടെ കാണാറില്ല, വളരെ സ്വതന്ത്രനായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സ്വാതന്ത്ര്യമാ ചേട്ടാ, എനിക്കിഷ്ടം. പെട്ടെന്ന് ഞാൻ അകത്തേക്ക് കയറിപ്പോന്നു. ഞാൻ പറഞ്ഞത് കൂടിപ്പോയോ? വ്യക്തമായി ഞാൻ അയാളോട് സൂചിപ്പിച്ചു, ഒരു സ്ത്രീയും സ്വന്തം ഇംഗിതം ഇങ്ങനെ തുറന്ന് പറയാൻ പാടില്ല. ഇത്തിരി കടന്ന കൈയായിപ്പോയി. എന്നെ അയാൾ ബിലോ ആവറേജായിട്ട് കാണുമല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് പുള്ളിയുടെ മുഖത്ത് നോക്കാൻ വലിയ ചമ്മലായി. ഞാൻ അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റത്തേക്ക് നോക്കിയതേയില്ല. പിറ്റേ ദിവസം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെയുണ്ട്. എന്നെ വിളിച്ചു മതിലിൻ്റെ അടുത്തേക്ക്. ഞാൻ ചോദിച്ചു, എന്താ? നീ ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയാനുണ്ടോ? എന്താ ചേട്ടാ എന്ന് ചോദിച്ചപ്പോഴേക്കും, നീ ഇന്നലെ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞാൻ മറന്നുപോയി. എനിക്ക് ഒട്ടും മറവിയില്ല. ഞാൻ നന്നായി ഓർക്കുന്നുണ്ട്. നീ പറഞ്ഞില്ലേ സ്വതന്ത്രനാകുന്നതാണ് നിനക്കിഷ്ടമെന്ന്. അത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാ. തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും അതിലൊരു കാര്യമില്ലേ? എന്ത് കാര്യം? മോളെ, നിൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അതെന്താ ചേട്ടാ അങ്ങനൊരു മിസ്റ്റേക്ക്? അല്ല, നിൻ്റെ എന്നോടുള്ള പെരുമാറ്റവും നിൻ്റെ ഓരോരോ ആക്ടിവിറ്റീസും കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഒരു കാര്യമാണ്. ഞാൻ ഒരു ചീത്ത പെണ്ണാണെന്ന് ചേട്ടൻ ഓർത്തോ? ചേച്ചേ, അങ്ങനെയല്ലടി.
നിന്റെ ജീവിതത്തിൽ നിനക്ക് യഥാർത്ഥത്തിലുള്ള ഒരു സന്തോഷം കിട്ടുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. അതെന്താ ചേട്ടൻ അങ്ങനെ പറഞ്ഞത്? അല്ല, നിന്റെ മുഖഭാവവും പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് തെളിച്ച് പറയാൻ പറ്റില്ല. അതെന്താ ചേട്ടാ? ഇടി, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന് അത് തടസ്സമാകും. എൻ്റെ ജീവിതത്തിന് തടസ്സമാകുന്ന എന്ത് രഹസ്യമാണ് ചേട്ടൻ പറയാൻ പോകുന്നത്? വേണ്ട, അത് ഞാൻ പറയുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടൻ സ്വതന്ത്രമാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചവളാണ്. ചേട്ടൻ ഇനിയെങ്കിലും എന്നോട് പറയണം. നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു, എടി, നിന്റെ ഭർത്താവിന് പണ്ട് തൊട്ടേ ഒരു സ്വഭാവമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവന് ശരിക്കുമില്ലേ ഒരു 19 വയസ്സ് കഴിഞ്ഞ പെണ്ണുങ്ങളെയാണ് ഇഷ്ടം. ഒന്ന് പോ ചേട്ടാ. മോളെ, ഞാൻ പറയുന്നത് സത്യമാണ്. അങ്ങനെ അവനെ ചുറ്റിപ്പറ്റി ഇവിടെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അവൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഒരിക്കലും അവൻ്റെ പ്രായമുള്ള ഒരു പെൺകുട്ടികളോടും കൂട്ടുകൂടില്ല, പ്രേമമില്ല, ഒന്നുമില്ല. വളർന്നു വന്നപ്പോഴും ഇവിടെ ചില പ്രശ്നങ്ങളും ഇഷ്യൂസുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം മുതിർന്ന സ്ത്രീകളുമായിട്ടാണ്. ഇവിടെ നല്ല പേരുദോഷം അവൻ്റെ പേരിലുണ്ട്. പക്ഷേ മോള് ദൂരസ്ഥലത്തല്ലേ, അതുകൊണ്ട് നിങ്ങളൊന്നും അറിഞ്ഞില്ല. എൻ്റെ പൊന്നു ചേട്ടാ, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എങ്കിലും ഞാൻ ചോദിച്ചതിന് മോൾ ഉത്തരം പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു, എന്താ? എടി, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിൻ്റെ ജീവിതം നീ വിചാരിച്ച പോലല്ല പോകുന്നത് അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ സത്യം പറയൂ മകളെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ യഥാർത്ഥ സത്യം പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അറിയില്ല, രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല, എൻ്റെ കൺസെപ്റ്റിലെ പുരുഷൻ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിൻ്റെ കൺസെപ്റ്റിലെ പുരുഷൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, റെഡ് ഫ്ലാഗ് താഴെ നിന്ന് നോക്കി വിളിച്ചു പറയണമെന്നെങ്കിൽ എൻ്റെ മനസ്സിലെ പുരുഷൻ എങ്ങനെയുള്ള ആളായിരിക്കണമെന്ന് ചേട്ടൻ തന്നെ ഊഹിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ചോയ്സാണോ മോളെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആണ്. അത് കേട്ടപ്പോൾ പുള്ളിക്ക് വല്ലാത്ത ആഹ്ലാദം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് എനിക്കൊരു ഷെയ്ക്കാൻഡ് തന്നു. മോളെ, അങ്ങനെയാണെങ്കിൽ ഞാൻ സമയാസമയങ്ങളിൽ അങ്ങോട്ട് വന്നാൽ? ചേട്ടാ, ഇത്രയും പറഞ്ഞല്ലോ. എനിക്കും സത്യം പറഞ്ഞാൽ സമ്മതമാണ്, ആഗ്രഹമുണ്ട്. പക്ഷേ റിസ്ക്കാണ്. ചുറ്റിനും അടുത്തടുത്ത വീടുകൾ. ചേട്ടൻ്റെ വീട്ടിലാണെങ്കിലും ചിലപ്പോഴൊക്കെ പിള്ളേർ കാണും. അതുമാത്രമല്ല, ഇവിടെ അച്ഛനുണ്ട്, അമ്മയും കാണും. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ വീടുകളിൽ ആളുകൾ ഇല്ലാത്ത സമയമല്ലേ മോളെ കൂടുതലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ശരിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ മുന്നും പിന്നും നോക്കാനില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ നമുക്കൊന്ന് കവടി നിരത്തിയാലോ? അപ്പോൾ ചേട്ടൻ പറഞ്ഞു, കവടി വെറുതെ നിർത്തിയിട്ട് എന്താ മോളെ, ഫലം മുഴുവനും പറയണമെന്ന്. ഞാൻ പറഞ്ഞു, ഫലം മുഴുവനും പറയാനാണ് എനിക്കും ആഗ്രഹം. ചേട്ടൻ എങ്ങനെയെങ്കിലും റിസ്ക് എടുത്ത് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അതിനൊക്കെ ഞാൻ മിടുക്കനാണ്. നിന്നെപ്പോലൊരു സുന്ദരി മാടി വിളിക്കുമ്പോൾ ഞാൻ എന്തിനാ മോളെ റിസ്ക് എടുക്കാതിരിക്കുന്നത് എന്ന് ചോദിച്ചു. പുകഴ്ത്തലുകൾ ഇഷ്ടപ്പെടാത്ത ഏത് പെണ്ണാ ഉള്ളത്? ആണുങ്ങൾക്കും ഇഷ്ടമാണ്. ഞാനും പറഞ്ഞു, എനിക്കും സ്വതന്ത്രയായ ഒരു ജീവിതം കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. സ്വാതന്ത്ര്യം മുഴുവനും നിനക്ക് കിട്ടിക്കഴിയുമ്പോഴേക്കും എനിക്കിത്രയും സ്വാതന്ത്ര്യം വേണ്ടായേ എന്ന് പറയില്ലെന്ന് പറഞ്ഞു. പിന്നെ അതിന് മാത്രമൊന്നും സ്വാതന്ത്ര്യം ചേട്ടൻ എനിക്ക് തരാനില്ല. ഉണ്ടെങ്കിൽ തന്നെ സ്വാതന്ത്ര്യം അടക്കി ഭരിക്കാൻ എനിക്കറിയാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, നീ മിടുക്കിയാണ്, ഞാൻ വിചാരിച്ച പോലെന്ന് പറഞ്ഞു. ആ, ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന പല സവിശേഷതകളും എനിക്കുണ്ട് ചേട്ടാന്ന് പറഞ്ഞു. ആ, നോക്കട്ടെ എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മായിയമ്മ പതിപോലെ മകളുടെ വീട്ടിൽ പോയി. 2 ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ. അച്ഛൻ രാവിലെ എന്നോട് പറഞ്ഞു, ഞാനിന്ന് മോൻ്റെ കൂടെ പോകും കേട്ടോ. കാര്യം അവൻ്റെ ഓഫീസിനടുത്താണ്. എനിക്ക് ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഹൗസ് വാമിംഗ് ഉള്ളത്, അവിടെ സഹായിക്കണം. എടീ, ഞാൻ വൈകിട്ട് വരികയുള്ളത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ അച്ഛാ. അങ്ങനെ അച്ഛനും ചേട്ടനും പോയി. അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും മതിലിൻ്റെ അവിടെ ചെന്ന് ഞാൻ ആദർശ് ചേട്ടനെ വിളിച്ചു. കാര്യം ആരെങ്കിലും ഉണ്ടോ എന്നറിയണമല്ലോ. അവിടെ ആരുണ്ടെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്നല്ലേ. ചേട്ടൻ ഇറങ്ങി വന്നു. ചേട്ടാ, ഇതേപോലെയാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഇവിടെയും അനുകൂല സിറ്റുവേഷനാണ്, ഞാനൊന്ന് കുളിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേഗം വരാൻ. എന്തായാലും അദ്ദേഹം തന്നെ പൂമുഖവാതിൽ തുറന്ന് അകത്തേക്ക് വന്നു. എനിക്ക് യാതൊരു റിസ്ക്കുമില്ല. തൂശനിലയിൽ പൊതിഞ്ഞു കൊണ്ടുവരുന്ന പൊതിച്ചോറ്
അത് ഉച്ചയാകുമ്പോൾ വിശക്കില്ലേ, ആ സമയത്ത് അഴിക്കാനുള്ളൊരു ധൃതിയില്ലേ എന്ന് പറഞ്ഞതുപോലെയായിരുന്നു എൻ്റെ മനസ്സ് പുള്ളിക്കാരൻ വായിച്ചെടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇത്രയ്ക്കും ആവേശമരുത്. എനിക്ക് എല്ലാ ചിട്ടവട്ടങ്ങളും ആദ്യമേ തുടങ്ങി അവസാനത്തിലേക്ക് എത്തുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് നീ ഒരിക്കലും എൻ്റെ ഇഷ്ടങ്ങൾക്ക് ആദ്യം എതിര് നിൽക്കരുത്. അത് കഴിയുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും കൂടെ മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് നമുക്ക് പിന്നീട് ഒരേ രീതിയിൽ പോകാം. ഇപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾക്കാണ് മുൻതൂക്കമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. പക്ഷേ ഒരു കാര്യം പിന്നെയും എൻ്റെ മനസ്സിൽ തിരയടിച്ചു വന്നു. തുടക്കം നന്നായി അറിയാവുന്ന ആൾക്ക് ഒടുക്കവും നന്നാക്കാൻ അറിയാം എന്നുള്ള നഗ്ന സത്യം മനസ്സിലായി. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ആരോ ചരടിൽ കിട്ടിയ മണിയടിക്കുന്ന പോലെ നിം 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 എന്ന് മാത്രം. അല്ലാതെ അതിൽ നിന്ന് പ്രത്യേകിച്ച് ആശാവഹമായ ഒരു കാര്യങ്ങളും നമുക്കുണ്ടാകില്ല. നാദധാരയില്ലാത്ത ഒരു ജീവിതമായിരുന്നു എൻ്റെതെന്ന് എനിക്ക് തോന്നി. ഉച്ചത്തിൽ ആർത്ത് വിളിക്കാൻ എനിക്കൊരു അവസരമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അത് കിട്ടിയില്ല. പക്ഷേ ഇന്നത്തെ ദിവസത്തിൽ ഞാൻ കുരവയിട്ട് കാറിക്കരഞ്ഞു. അദ്ദേഹം ആ തടസ്സപ്പെടുത്തിയില്ല. ആരെങ്കിലും കേൾക്കുമോ എന്ന് അദ്ദേഹം ചിന്തിച്ചതുമില്ല. അതുതന്നെയായിരുന്നു എൻ്റെ വിജയവും. പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, എൻ്റെ അമ്മ പറയുമല്ലോ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ ഗുണഗണങ്ങൾ. പക്ഷേ ഈ പറഞ്ഞതുപോലെ അതിലും കുറച്ച് ഗ്രേഡ് കുറവാണെങ്കിലും ആദർശേട്ടന് ചില കാര്യങ്ങളിൽ കൂടുതൽ മാർക്ക് മോഡറേഷനായി ഇട്ട് കൊടുക്കാം എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്ത് തന്നെയാണെങ്കിലും ഭർത്താവ് 25 മാർക്ക്, ബാക്കി 75 മാർക്കും ആദർശേട്ടൻ തന്നെ എന്ന് മനസ്സിൽ ഞാൻ കുറിച്ചിട്ടു. അത് ഒരു തുടക്കം മാത്രമായിരുന്നു. ദൈവഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി അവസരങ്ങൾ തുടർച്ചയായി ഉണ്ടായി വന്നു. ഓവർ കോൺഫിഡൻസ് എല്ലാ സമയത്തും വലിയ പ്രശ്നത്തിലേ അവസാനിക്കൂ. അങ്ങനെയാണ് മുൻവാതിൽ ശരിക്കും പൂട്ടാതെ അന്നത്തെ സംഗമവേദിയിലേക്ക് കയറിയ എനിക്ക് പറ്റ്. അമ്മായിച്ചൻ അപ്രതീക്ഷിതമായി വന്നു. കയ്യോടുകൂടി ഞങ്ങൾ പിടിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം. ഞാൻ പെട്ടെന്ന് എന്തു ചെയ്യണമെന്നറിയാതെ ഇത് കർത്തവ്യധാമോടെയായി. ആദർശേട്ടനും വല്ലാത്ത വിഷമത്തിലായിരുന്നു. ഒരു സൗഹൃദവും ബന്ധമൊക്കെ നശിക്കുമല്ലോ എന്ന്. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനും വിപരീതമായ കാര്യങ്ങളാണ് നടന്നത്. അച്ഛൻ അവിടെ തന്നെ ഇരുന്നു. എന്തായാലും നിങ്ങൾ തുടങ്ങി വെച്ചു, പാതിയായപ്പോൾ ഞാൻ വന്നു. ഇനി അവസാനിപ്പിക്കാതെ പോകേണ്ട കാര്യമില്ല. ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെയാണ്. പക്ഷേ എൻ്റെ മരുമകൾക്ക് ഇങ്ങനെയൊരു കാര്യം തോന്നാനുണ്ടായ കാരണങ്ങൾ എന്നോട് അക്കമിട്ട് പറയണമെന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവുമായുള്ള പൊരുത്തക്കേടുകളെപ്പറ്റി ഞാൻ അച്ഛനോടെല്ലാം പറഞ്ഞു. അച്ഛനത് കേട്ടു. കൂട്ടത്തിൽ ആദർശേട്ടനും ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഒന്നുകൂടി കൂട്ടിച്ചേർത്തു. ആക്ച്വലി വന്നപ്പോൾ മുതൽ എൻ്റെ കണ്ണുകൾ പാഞ്ഞിരുന്നത് അച്ഛനിലാണ്. പക്ഷേ എനിക്കറിയാം അത് ശരിയാകില്ലെന്ന്. അതുകൊണ്ട് എൻ്റെ മനസ്സ് മതിൽക്കെട്ടിന് പുറത്തേക്ക് പാഞ്ഞു. ഞാനാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്. ഇതിന് കാരണക്കാരൻ ആദർശേട്ടനല്ല, ഞാനാണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ സെൻറ്റിമെൻറ്റ്സ് ഇറക്കി. അപ്പം അമ്മയച്ചൻ പറഞ്ഞു, അതിലൊന്നും ഒരു കുഴപ്പമില്ല. നീ പറഞ്ഞത് എനിക്കറിയാം. എൻ്റെ മോനും ഒത്തിരി കുറവുകളുണ്ട്. ആദർശിന് അതറിയാം. അവൻ നിന്നോട് പറഞ്ഞോന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നോട് പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു. എനിക്ക് ഇങ്ങനെയൊന്നും അറിയില്ലായിരുന്നു അച്ഛാ, ഞാനും വന്ന് പെട്ടുപോയതാണെന്നും. അപ്പോൾ അമ്മായിച്ചനോട് പറഞ്ഞു, ഇനിയിപ്പോൾ എന്തിനാ മോളെ നമ്മൾ തമ്മിൽ ഒരു രഹസ്യം? എല്ലാം ഓക്കെ ആണല്ലോ. നിനക്കും എനിക്കും ആദർശിനും ഒക്കെ ഒരു കൂട്ടമുന്നണിയായി മുന്നോട്ട് പോയാൽ എന്താ പ്രശ്നം? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപയുടെ ലോട്ടറി എടുത്ത് എനിക്ക് 500 കോടി എടുത്ത അനുഭവമായിരുന്നു. അന്ന് അച്ഛൻ പറഞ്ഞത്, നിങ്ങളെന്തായാലും ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തത് എൻ്റെ മുന്നിൽ വെച്ച് തന്നെ പൂർത്തീകരിച്ചിട്ട് പോയാൽ മതിയെന്നും. ആദ്യമൊക്കെ ഇത്തിരി സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു. അച്ഛനും താളാത്മകമായി ഞങ്ങൾക്ക് പ്രോത്സാഹനം തന്നു കഴിഞ്ഞപ്പോഴേക്കും പുതിയ ഒരു ഏരിയയിലേക്ക് ഞങ്ങളുടെ മനസ്സ് കൈയാളുകയായിരുന്നു. എന്തായാലും അത് മനോഹരമായിരുന്നു. ആദർശേട്ടൻ പോയി. ഉച്ചയ്ക്ക് പിന്നീട് അച്ഛൻ ഞാൻ ചോറ് വിളമ്പിക്കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നമ്മൾ തനിച്ച് തന്നെ നമ്മളുടെ ആദ്യത്തെ തുടക്കം തുടങ്ങണ്ടേ മോളെന്ന്. ഞാൻ പറഞ്ഞു, വേണം. അങ്ങനെ 2:30 മുതൽ 4 മണി വരെ ഞങ്ങൾ രണ്ടുപേരും കടങ്കഥകൾ ചൊല്ലി രസിച്ചു. ഉത്തരങ്ങൾ തേടി. കിട്ടിയ ഉത്തരം ഞാൻ ഭാഗ്യവതിയാണ് എന്നുള്ളതായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തം.
അതൊക്കെ എനിക്ക് അനുഭവിക്കാൻ പറ്റിയല്ലോ എന്നോർക്കുമ്പോൾ ഞാൻ ആർക്കാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ പോകെ പോകെ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് എനിക്ക് എൻ്റെ അമ്മായിച്ചനോടാണ്. അദ്ദേഹമാണ് എൻ്റെ വഴികാട്ടി. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം കൂട്ടു നിൽക്കും. ഇതിനിടയ്ക്ക് അമ്മായിച്ചൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്, മോളെ, എന്തു തന്നെയാണെങ്കിലും ഒരു ദിവസം ഈ കാര്യങ്ങൾ പിടിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. എനിക്കും അത് തോന്നിയിട്ടുണ്ട്. എല്ലാം റിസ്ക്കാണ്. പക്ഷെ എന്ത് ചെയ്യാൻ? ഒരു ദിവസം ഉച്ചയ്ക്ക് എന്തായാലും അച്ഛൻ വരും. ആ സമയത്ത് ഞാൻ പപ്പടം പൊരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അച്ഛൻ പെട്ടെന്ന് വന്നു. മോളെ, ഊണ് കഴിച്ചിട്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുസൃതിയായി ചിരിച്ചു. അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അച്ഛന് കുസൃതിയേറി. ഞാൻ പറഞ്ഞു, വേണ്ട, ഊണൊക്കെ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ക്ഷമയില്ലാതെ തൈമാവിൻ തണലിൽ തളയിലുണ്ണും മൈനെ എന്ന് പറഞ്ഞതുപോലെയായിരുന്നു അമ്മായിച്ചൻ്റെ കാര്യങ്ങൾ. ആ സമയത്താണ് എൻ്റെ അമ്മ എവിടെന്നോ പൊട്ടി വീണതുപോലെ പെട്ടെന്ന് ഭവന സന്ദർശനത്തിന് വന്നത്. അമ്മയ്ക്ക് എല്ലാം മനസ്സിലായി. ഞങ്ങളെ രണ്ടുപേരെയും അമ്മ ഒത്തിരി നിശിതമായി വിമർശിച്ചു. അപ്പോൾ അമ്മായിച്ചനാണ് പറഞ്ഞത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ വിമർശിക്കേണ്ട യാതൊരു കാര്യമില്ല. അവൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഇവളെ കുറ്റം പറയാൻ പറ്റില്ല. ഒരു കണക്കിന് നോക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന സമയം കൊണ്ട് മരുമകനെ കുറച്ചുകൂടി ഒന്ന് ഗവനിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുക. പിന്നെ അതുമാത്രമല്ല, ഇടയ്ക്ക് വീട്ടിലേക്കൊന്ന് വിളിക്കുക. അപ്പോൾ അവൻ്റെ തനിനിറം അറിയാം. ഒരു കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും അവനെ കൊണ്ട് ഏറ്റവും ഉപകാരം ഉണ്ടാകുക. നിങ്ങൾ അവനെ നിങ്ങളുടെ സൈഡിലേക്ക് മാറ്റണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാര്യങ്ങൾ ക്ലിയർ ആകും. നിങ്ങൾക്കും ഒത്തിരി ഉപകാരമാകും. ഇത് തെറ്റോ കുറ്റവുമോ അല്ല. അവനും അതൊക്കെ തന്നെയാണ് ആഗ്രഹം. ഒരു പക്ഷേ ഇപ്പോൾ അവൻ്റെ മനസ്സിൽ നിങ്ങളും നമ്പർ 1 സ്ഥാനത്ത് കാണുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോഴേക്കും അമ്മയുടെ ഭാവം അങ്ങ് മാറി. ഇത്രയും നേരം കുറ്റം പറഞ്ഞ അമ്മ ആഹ്ലാദം കൊണ്ട് ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനും ഞാൻ റെഡിയാണ്. ആക്ച്വലി എനിക്ക് അവനെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞ് അമ്മ കുട്ടിയാനെ പോലെ തുള്ളാൻ തുടങ്ങി. കൊള്ളാം. ഇവിടെ ഇപ്പോൾ ഞാൻ അസൂയപ്പെടേണ്ട ഒരു കാര്യമില്ല. എൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്തോണ്ട് പോകാൻ ഒന്നുമില്ല. ഒഴിഞ്ഞു പോയാൽ അത് നല്ല കാര്യം മാത്രം. അങ്ങനെ വിചാരിച്ചു. അമ്മായിച്ചനാണെങ്കിൽ എൻ്റെ മനസ്സ് അറിഞ്ഞെന്നവണ്ണം അവനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് അങ്ങ് വിളിക്കൂ എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് എല്ലാം ഓക്കെ ആകുമെന്ന് പറഞ്ഞു. അമ്മ അത് തലയാട്ടി സമ്മതിച്ചു. അമ്മയെല്ലാം വിളിക്കി അവസരം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു. ആ കാര്യം ക്ലിയറായി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് എന്നിൽ നിന്നും പൂർണ്ണമായി അകന്നു. എത്ര ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞില്ല. എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുമായിരുന്നു. ഒരു വട്ടം വാട്സാപ്പിൽ നിന്ന് അമ്മയുടെ വോയിസ് നോട്ട് ഞാൻ കണ്ടെടുത്തു. അത് വെച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ സമ്മതിച്ചു. ഹിസ്റ്ററിയൊക്കെ പറയുകയും ചെയ്തു. ചെറുപ്പക്കാരികളെയല്ല ഇഷ്ടം എന്നുള്ളത് തുറന്ന് സമ്മതിച്ചു. അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളും മറുഭാഗത്ത് നടക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ നിനക്ക് എന്ത് വേണമെങ്കിലും ആയിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിൽ പിന്നെ ഞാൻ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. എല്ലാം സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആയുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത്. ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഒന്നും അന്വേഷിക്കാറില്ല. എങ്ങനെയാണോ എന്താണെന്നോ അമ്മായിച്ചനും ഞാനും തമ്മിൽ സൗഹൃദമുണ്ടെന്നോ ഒന്നും അറിയില്ല. എന്നെ എൻ്റെ പാട്ടിനെ വിട്ടിരിക്കുകയാണ്. മിക്കവാറും ദിവസങ്ങളിൽ അമ്മ എന്തെങ്കിലും സഹായത്തിന് ചേട്ടനെ വിളിക്കും. അവർ അവരുടെ വഴിക്ക് പോയി. മാഡം, സത്യം പറഞ്ഞാൽ വളരെ വിചിത്രമായൊരു ജീവിതമാണ് ഞാൻ നയിക്കുന്നത്. പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും എൻ്റെ ജീവിതം ആകെക്കൂടി വിചിത്രമായി പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്, തീർച്ചയായിട്ടും ഇത് വിചിത്രമായൊരു കാര്യം തന്നെയാണ്. നമ്മൾ നോക്കുമ്പോൾ ഒരു മഞ്ഞുമലയുടെ മുകൾ ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അടിയിലേക്ക് എത്ര വിസ്തൃതമായിട്ടാണ് മനുഷ്യൻ്റെ മനസ്സ് ഓരോ രീതിയിൽ സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് അറിയാനേ പറ്റുകയില്ല. എല്ലാവർക്കും നിഗൂഢമായ പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ നമ്മൾ കഥയായിട്ട് വായിക്കുമ്പോൾ പറയും, ഏയ് അങ്ങനൊന്നും ഈ ലോകത്ത് നടക്കില്ലെന്ന്. പക്ഷേ കഥകളേക്കാൾ വിചിത്രമായ കാര്യങ്ങൾ എല്ലായിടത്തും എന്നും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പരമമായ സത്യം.